അപ്പൊ നമ്മള് ദിലീപ് ഏട്ടന്റെ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ക്യാമറ നോക്കി ടാറ്റ പറയുന്നൊരു കൊച്ചിന്റെ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. വളരെ എന്താ വൈറലായി പോയൊരു വീഡിയോ ആണ്. ആ കൊച്ചാണിത്. ചാച്ചൂസ് വേൾഡ് എന്നാണ് കൊച്ചിന്റെ ചാനലിന്റെ പേര്. അജുവ ഫാത്തിമ അല്ലെ, അജുവ ഫാത്തിമ എന്നാണ് കൊച്ചിന്റെ പേര്. അപ്പൊ ഇവരുടെ ചാനലിന്റെ പേര് ചാച്ചൂസ് വേൾഡ്. വളരെ ഫേമസ് ആയ വീഡിയോ ആണ്. നമ്മൾ എല്ലാ മലയാളീസും കണ്ടിട്ടുണ്ടാകും. അപ്പൊ കൊച്ചിനെ കാണാൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ഒരു യൂട്യൂബേഴ്സാണ്. അപ്പൊ നമ്മുടെ ചാനൽ അത്ര വൈറലല്ല. എന്നിരുന്നാലും ഈ കൊച്ചിനെ കണ്ടു, വളരെ സന്തോഷം. നമ്മൾ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ വളരെ സന്തോഷം കൊച്ചിനെ കണ്ടത് കേട്ടോ. എല്ലാവരും ഇവരിനെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് വില്ലേജ് വ്യൂ ബൈ സതീഷ്. ഈ ചേട്ടൻ അട്ടപ്പാടിന്ന് വരുന്നതാണ്. എല്ലാവരും മാക്സിമം ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സതീഷ് മലപ്പുറമാണ്. അപ്പോൾ വില്ലേജിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെയാണ് നമ്മുടെ അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ തൊട്ടടുത്തുള്ള പാലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു അധികമായിട്ടില്ല ഈ പാലം വന്നിട്ട്, കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ഈ ഇവിടുത്തെ ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മരം കൊണ്ട് പാലം നിർമ്മിക്കുമായിരുന്നു താൽക്കാലികമായിട്ട്. അതിലൂടെയാണ് അപ്പുറത്തോട്ട് കടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പോൾ നല്ല അടിപൊളി കോൺക്രീറ്റ് പാലം വന്നിട്ടുണ്ട്. എന്താ പറയുക, എന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ പാലം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടോ. നടുക്ക് നല്ല നല്ല എന്താ ഒരു കൈവരിയൊക്കെ പിടിപ്പിച്ച് രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് അതിലെ സഞ്ചരിക്കാൻ, ഇപ്പുറത്തൂടെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ആലുവ പുഴയ്ക്ക് കുറുകെ. അപ്പോൾ വെച്ചാൽ നമ്മൾ ഈ പുഴയുടെ തൊട്ടപ്പുറത്ത് ദിലീപേട്ടൻ്റെ വീടുണ്ട്. നമ്മൾ ആ ദിലീപേട്ടൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. പറ്റിയ കാണാൻ സാധ്യതയില്ല, അദ്ദേഹത്തെ കാണാൻ വഴിയില്ല. അപ്പോൾ എന്നാലും പോയി നോക്കാം, വീടെങ്കിലും കാണാമല്ലോ. ആളെ കണ്ടാൽ ബെറ്റർ. നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. കേട്ടോ നമ്മുടെ തൊട്ട് താഴെ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് നമ്മൾ ദൂരെ കാണുന്നത് മാർത്താണ്ഡവർമ്മ പാലമാണ്. ദൂരെ കാണുന്നത് ബസ്, നമ്മുടെ വണ്ടികളൊക്കെ പോകണം, ഹൈവേ ആണത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, ആലുവ പാലസൊക്കെ ഉണ്ട് ഈ പുഴയുടെ അപ്പുറ സൈഡിൽ. ആ ഒരു അപ്പോൾ നമ്മുടെ ആ ഫ്ലാറ്റിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലമില്ലേ, ആ മാവൊക്കെ നിൽക്കുന്നത്, മാവ് ഫോണിൽ കൂടി നമ്മുടെ ക്യാമറയിൽ കൂടി വ്യക്തമാവുന്നില്ല. ആ ഫ്ലാറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആ മാവ് മരമാണത്. അത് ആ ഒരു തൊടിയാണ് അദ്ദേഹത്തിൻ്റെ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, ദിലീപിൻ്റെ വീട്, ദിലീപേട്ടൻ്റെ. അപ്പം നമുക്ക് നമ്മളിപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിൽക്കണം. നമ്മളിനി ഇവിടെ ഈ പാലം കടന്ന് അപ്പുറത്ത് പോയി ആ ഫ്ലാറ്റിൻ്റെ സൈഡിൽ കൂടി ഒരു വീട് വഴിയുണ്ടെന്ന് പറഞ്ഞ് അതിൽ കൂടി വേണം പോയി നോക്കാൻ. നമ്മളങ്ങനെ ദിലീപേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. പക്ഷേ നമ്മൾ പാലത്തിൽ വെച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒന്നും കാണാനില്ല. നല്ല അടിപൊളി വലിയ ഗേറ്റും, വീട് കുറച്ച് ഉള്ളിലാണ് സംഭവം. അതുകൊണ്ട് ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഒരു ക്യാമറയില്ല. ക്യാമറ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെറുതെ കാണുമ്പോൾ ആരെങ്കിലും വന്നങ്ങനെ എന്താണെന്ന് ചോദിച്ചാലോ. ചിലപ്പോൾ ഇവിടെ നോക്കിയിട്ട് ക്യാമറ ഒന്നും കാണണമെന്നില്ല, എന്താകുന്നൊരു പിടുത്തമില്ല. അപ്പം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ട് അവിടെ ക്യാമറയിൽ നോക്കി ടാറ്റയെ കൊടുത്തിട്ട് പോകാൻ പോകുമ്പോൾ ദിലീപേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ഇറങ്ങി ആ കൊച്ചിനോട് സെൽഫിയൊക്കെ എടുക്കണത് നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ദിലീപേട്ടനെ കാണാൻ, അപ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടിരുന്നു അന്ന്. ആ സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് ആ കൊച്ചിനോട് ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെങ്കിലും പ്രതീക്ഷിച്ചു. ഇവിടെ അദ്ദേഹത്തെ പോലും കാണാനില്ല. ഇവിടെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ച് നോക്കാറുണ്ട്. ഒരു സംതൃപ്തിക്ക് വേണ്ടി. ദിലീപേട്ടനെ കാണുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. വീടെങ്കിലും കാണുന്ന കരുതി, പക്ഷെ വീട് ഒരുപാട് ഉള്ളിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നമുക്ക് വീടൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കുറേ മരങ്ങളും ഉണ്ട്. മരം വളർത്തുന്ന മരങ്ങൾ കേട്ടോ, അങ്ങനെയൊക്കെ അടിപൊളിയാണ് സംഭവം. പക്ഷെ വീട് കുറച്ച് ഉള്ളിലാണ്, ഒന്നും കാണാൻ പറ്റില്ല നമുക്ക്.
നമുക്കപ്പോൾ അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ ഇവിടെ ഒന്ന് നോക്കി നമുക്കിങ്ങനെ കാണാം. നല്ല അടിപ്പനായിട്ട് കല്ലൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ അവസ്ഥ അല്ലേ? ആൾക്കാരൊക്കെ ഒന്ന് നോക്കണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. വെറുതെ ഇവിടെ നോക്കി നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ നടക്കാനെങ്കിലും അദ്ദേഹം ഇവിടെ പറഞ്ഞ് വന്നിരുന്നെങ്കിലാ ഒന്ന് കണ്ടാ മതിയാണ്. എത്ര സിനിമ ഉണ്ടാക്കണം ദിലീപിന്റെ. ഞാൻ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഇതുപോലുള്ള ജനങ്ങളെ കണ്ടുകൊണ്ട് മടുത്തിരിക്കുള്ള സംഭവം. അവര് മനുഷ്യർ തന്നെയല്ലേ. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ്. അവരിങ്ങനെ എത്ര പേരെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ വന്ന് അവരെ ശല്യപ്പെടുത്തുന്ന ആൾക്കാരെ. അപ്പം എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. ഇനിയിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ ആ കൊച്ചു ടാറ്റ കൊടുക്കുന്നത് ഇതുകൊണ്ട് ക്യാമറയിൽ ഉണ്ട്. അപ്പോൾ ക്യാമറയിലൊക്കെ ഒരു ടാറ്റ കൊടുക്കുന്നത് എന്തെങ്കിലും അദ്ദേഹം കാണുകയാണെങ്കിലോ ചിലപ്പോൾ നമ്മളിങ്ങനെ വന്നു വെച്ചാൽ അട്ടപ്പാടിക്കാരാണ്ടോ ഞങ്ങൾ അട്ടപ്പാടി ഒന്നാണ് യൂട്യൂബേഴ്സ്. അത് കേൾക്കാൻ വഴിയില്ല. അട്ടപ്പാടിക്കാരാണെന്ന് പറഞ്ഞാൽ കേൾക്കാൻ വഴിയില്ല. മിക്കവാറും ശരി കാണുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കറുത്തൊരു സ്കോഡയുടെ കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി അത് ദിലീപേട്ടനായിരിക്കും കരുതി. പക്ഷേ അതല്ല, അദ്ദേഹം തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ചേട്ടനായിരുന്നു. അവർ വന്ന് അവരങ്ങനെ തിരിച്ചു പോയി. കണ്ട ഒരു സിനിമായുടെ ലുക്കൊക്കെ ഉണ്ട് പുള്ളിക്ക്. അവരങ്ങോട്ട് തിരിച്ചു പോയി. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിയെന്നത്. പക്ഷെ അത് ദിലീപേട്ടനായിരുന്നില്ല. ഹലോ ദിലീപേട്ടാ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ദിലീപേട്ടാ? മിക്കവാറും അപ്പുറത്തെ സെക്യൂരിറ്റി മിക്കവാറും നമ്മൾ ഓടിച്ചിടാൻ വഴിയുണ്ട്. സൗണ്ട് കേട്ടിരുന്നു. നമ്മളോടൊക്കെ ഫുൾ അലമ്പാണ് സംഭവം. ക്യാമറ കൂടി അവർക്ക് കേൾക്കാൻ പറ്റില്ല. കാണാനായാലും പറ്റുമായിരിക്കും സംഭവം. മറ്റേ കാവ്യ ചേച്ചെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഓട്ടെ, ഒരു സെക്യൂരിറ്റി എങ്കിലും കേട്ടാൽ മതിയായിരുന്നു. നമ്മളിങ്ങനെ ഒച്ചപ്പാട് എടുക്കണത് രക്ഷയില്ലെന്ന് തോന്നണത്. എന്തായാലും ആട്ടെ. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. അപ്പോൾ നമ്മൾ പാലത്തിൽ നോക്കിയപ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് വീട് കണ്ടത്. വീട് കാണാൻ പറ്റില്ല, മരങ്ങളുടെ ഇടയിൽ കൂടി നോക്കിയാൽ കാണാം. ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മുടെ സമയങ്ങളില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും ഇതുപോലൊരു അവസ്ഥയായി പോയി. കാണാൻ പറ്റിയില്ല. പ്രശസ്തരായ ആൾക്കാരെ കാണണമെന്ന് വിചാരിച്ച് വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ആട്ടെ, വീടിൻ്റെ വാതിക്കവരെ വന്നു. ഈ എന്തെങ്കിലും ദിവസം കാണാൻ പറ്റുമായിരിക്കും. അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.